വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോ എവിടെ പോണ? ഞങ്ങളിപ്പോ താന്നി ബീച്ചിൽ പോവാണ്. ഇന്ന് അവധി ആയതുകൊണ്ട് നേരത്തെ ഞങ്ങള് അച്ഛൻ വന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ബീച്ചിൽ പോവുക. ബീച്ചിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഓ കാലൊടിഞ്ഞായിരുന്നു, അത് മാത്രമാ. എന്തോ വയ്യാത്ത കാലാണോ? പിടി. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ താന്നി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വളരെ വളരെ അടുത്ത് കിടക്കുന്ന ബീച്ചാണ് നമുക്ക് താന്നി ബീച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ താന്നി പാലം, നല്ല വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ താന്നി പാലമാണിത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടലും കായലും എല്ലാം നമുക്ക് അടുത്തുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ദൂരം പോയാൽ മതി ബീച്ചിലോട്ടും കായലിലോട്ടും. ഇറങ്ങണമെങ്കിൽ കായലിലോട്ട് ഇറങ്ങാം, ബീച്ചിലോട്ട് പോകേണ്ടവർക്ക് ബീച്ചിലോട്ട് പോകാം. അതുകൊണ്ട് എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട്. അതാണ്ട് നമ്മൾ ബീച്ചിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടലും കായലും അടുത്തുണ്ട് എന്നുള്ളതാണ്. അതാണ്ട് ഇത് കായൽ, വലത് സൈഡിൽ കടൽ, വിശാലമായി കിടക്കുന്ന കായലും വിശാലമായി കിടക്കുന്ന കടലും നമുക്ക് ഇടവും വലവും ഉണ്ട് എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ, ഈ നാടിൻ്റെ അല്ല, ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കുറേ കൂടെ നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ നമുക്ക് കടലും കായലും ഒത്തുചേരുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് ഇതിലും ഭംഗിയാണ് കാണാൻ, ഇതിലും മനോഹരമാണ് കാണാൻ. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇപ്പം തന്നെ ലേറ്റായി, ഒരു 5:30 മണിയായി. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടും. ഇപ്പം നമ്മൾ പോകുന്നത്, അതായത് ഇപ്പം നമ്മൾ ബീച്ചിൽ പോകാൻ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മളിപ്പോൾ ബീച്ചിൽ വന്നത് എന്നുള്ളത്. മോള് വഴക്കിട്ട് തുടങ്ങി, അച്ഛൻ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വഴക്കിട്ട് തുടങ്ങി. അങ്ങനെ താണ്ട ഏട്ടൻ വണ്ടി സൈഡാക്കി അച്ഛനും മോളും കൂടെ താണ്ട നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബീച്ചിൽ വന്നത്, അവൾക്ക് വേണ്ടി മാത്രമാണ്. അവൾക്ക് കുറേയേറെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബീച്ചിലോട്ട് വന്നത്. അതെന്തെന്നാണെന്നുള്ളത് നിങ്ങളിപ്പോൾ വഴിയേ മനസ്സിലാവും. സേഫായി ചാടി ഓടി താണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനും പുറകെ സേഫായിട്ട് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താണ്ട ഞാൻ ഇറങ്ങി നടന്ന് ചെന്ന് കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇതാണ് മണ്ണിൽ കളിക്കാൻ. ഏറ്റവും വലിയ ആഗ്രഹമാണ് മണ്ണിൽ കളിക്കുക എന്നുള്ളത്. ആ കവറിനകത്ത് കയ്യിലിരുന്ന സാധനമാണ് ആ ടോയ്സുകളെല്ലാം. മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ടോയ്സാണിത്. അച്ഛനെ വിട്ട് വെള്ളം എടുക്കുകയാണ് മണ്ണ് കുഴച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛനും മോളും കൂടെ വെള്ളം എടുക്കാൻ പോവുകയാണ്. കുറച്ചുകൂടെ നടന്നപ്പോഴാണ് ഇവിടെ കുറേ നനവുണ്ട് എന്ന് മനസ്സിലായത്. ഈ സ്പോട്ടിൽ കുറച്ച് നനവുണ്ട്. അച്ഛൻ പറഞ്ഞു വിട്ട് ടോയ്സ് എല്ലാം എടുത്തിട്ട് വാ, നമുക്കിവിടെ ഇരിക്കാം, കുറച്ച് നനവുണ്ട്. കാരണം ആദ്യം വരുന്ന സ്പോട്ടിൽ ഭയങ്കര ഡ്രൈ ആണ് മണ്ണ്, അപ്പം കുഴച്ച് കളിക്കാൻ പറ്റില്ല. അപ്പം രണ്ടാമത് വന്ന് നിന്ന സ്പോട്ടാകുമ്പം നമുക്ക് മണ്ണിൽ കളിക്കാൻ പറ്റും എന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു വിട്ട് അച്ഛനും മോളും കൂടെ ടോയ്സ് എടുക്കാൻ പോയേക്കാണ്. ആ നേരത്തെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുകൊണ്ട് അച്ഛനും മോളും കൂടെ ടോയ്സൊക്കെ എടുത്ത് ഓടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവളുടെ ലോകമാണ്, ഇനി അവൾക്കുള്ള സമയമാണ്. ഒരു തരത്തിൽ നമ്മൾ നിയന്ത്രിക്കില്ല, മണ്ണിൽ കളിക്കണ്ട അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കണ്ട എന്നൊന്നും പറയാത്ത ഒരു ടൈമാണിത്. അവൾക്ക് പൂർണ്ണമായി അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സമയമാണിത്. അവൾ ഇതാണ്ട് സേഫായി നിൽക്കുന്നുണ്ട്. അച്ഛൻ പോയി കടൽ വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്. മണ്ണ് കുഴച്ച് കളിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വരികയാണ്. പണ്ട് നമ്മൾ ചിരട്ട വെച്ച് മണ്ണ് കുഴച്ച് കളിക്കുന്നത് കണക്ക് തന്നെ അവളിപ്പോൾ കുറേ ടോയ്സ് വെച്ചിട്ടാണ് മണ്ണ് വെച്ച് കളിക്കുന്നത്. ഇപ്പോഴത്തെ മക്കൾമാർക്ക് ടോയ്സ് ഉണ്ട്, നമുക്കന്ന് ടോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിരട്ടയും പാത്രവും അമ്മയുടെ
അടുക്കളയിൽ നിന്ന് പോയി കിണ്ണിയും സ്പൂണും ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. എല്ലാവർക്കും ഇപ്പം ഇങ്ങനെയുള്ള വെറൈറ്റി ടോയ്സുകൾ ഷോപ്പുകളിൽ കിട്ടും. എല്ലാ അച്ഛനമ്മമാർ വാങ്ങിച്ചും കൊടുക്കും. പണ്ടുള്ള അച്ഛനമ്മമാരെ പോലൊന്നുമല്ല. അന്ന് അച്ഛനമ്മമാരൊന്നും ടോയ്സുകളൊക്കെ കുറച്ചേ വാങ്ങിച്ചു കൊടുക്കത്തുള്ളായിരുന്നു. ഇന്നിപ്പം ഒരു ഉത്സവത്തിനോ ഒരു ഷോപ്പിലോ ഒക്കെ പോയാൽ ടോയ്സ് ഇല്ലാണ്ട് ഒരു മക്കൾമാരും വീട്ടിലോട്ട് വരില്ല. എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ടോയ്സുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അതാണ്ട് അച്ഛനും മോളും കൂടെ മണ്ണിൽ കളിക്കാൻ ഒരു സൈഡിൽ കൂടെ അച്ഛനും ഒരു സൈഡിൽ കൂടെ മോളും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് അവളുടെ ടോയ്സുകൾ. കണ്ട കൈ മമ്മട്ടി പോലുള്ളൊരെണ്ണം ഉണ്ട്, ഒക്കെയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ദാണ്ട മണ്ണിൽ കളി മതിയാക്കി അച്ഛനും മോളും കൂടെ ദാണ്ട കാലും കൈയും ഒക്കെ വലിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിൽ കളിച്ച് മതിയായി. ഇനി എന്താണെന്നൊക്കെ ചെയ്യാമോ അതൊക്കെ കിടന്ന് ചെയ്തോളൂ. അച്ഛനും മോളും കൂടെ കിടന്ന് കൈയിട്ട് വലിക്കുന്നു, കാലിട്ട് വലിക്കുന്നു. തിരിച്ച് അവളും ചെയ്യുന്നുണ്ട്. അവൾക്ക് പിന്നെ അതൊന്നും പറ്റുന്നില്ല. പിന്നെ ഏറ്റവും ഒടുവിൽ മാത്രമേ നമ്മൾ കടലിലോട്ട് ഇറങ്ങത്തുള്ളൂ. കാരണം ദേഹം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവുക, കുളിക്കുക, ഫ്രഷ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാണ്ട് കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്പേഴ്സോ ABCDയോ എന്താണ്ടൊക്കെ എഴുതുവാണ്. അതൊക്കെ എഴുതി കാലൊക്കെ നനച്ച് ഇപ്പോൾ വരും. അവൾ ഒട്ടും തന്നെ വരാൻ കൂട്ടാക്കത്തില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും ഇരുട്ടിയില്ലേ. കാരണം നമ്മൾ വന്നപ്പോൾ ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പുറം ഇപ്പുറമൊക്കെ. ഇപ്പോൾ എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം അവൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണിത്. ഈ ഒരു സമയം അവൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം കൂടെയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ട് മോള് കയറി വരികയാണ്. ഞാൻ പിന്നെ പോകുന്നതായി ഇങ്ങനെയുള്ള കുറേ ഫോട്ടോസ് എടുക്കാനും കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബീച്ചിൽ പോകുന്നത്. പിന്നെ അവൾക്കൊരു കൂട്ടായിട്ടും അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.